1921 മലബാർ സമരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 100-ാം വാർഷികത്തിൽ ISM ഒരുക്കുന്ന ചരിത്ര ബോധനം എന്ന പരിപാടിയിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ISM-ൻ്റെ സംസ്ഥാന പ്രസിഡന്റും എനിക്കേറെ പ്രിയപ്പെട്ടയാളുമായ ഡോക്ടർ ഫുക്കാർ അലി അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹത് വ്യക്തികളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ നാഥൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. 1921 മലബാർ സമരത്തിന് 100 വയസ്സ് തികയുകയാണ്. 100 ആണ്ടുകൾക്കിപ്പുറവും ഒരു സമരം, ഒരു പോരാട്ടം സജീവ ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളത് ആ പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ ആത്മാർത്ഥതയെ, പ്രതിബദ്ധതയെ പൊലിപ്പിച്ചു നിർത്തുന്ന കാര്യമാണ്. ഒരുപാട് സമരങ്ങളും യുദ്ധങ്ങളും ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അവയിൽ അപൂർവങ്ങൾ മാത്രമാണ് എന്നും അതിൻ്റെ അന്തസ്സത്തെ ചോർന്നു പോകാതെ അനുസ്മരിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു അധ്യായമായിരുന്നു 1921 നടന്ന മലബാർ കലാപം അല്ലെങ്കിൽ മലബാർ സമരം. പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ആളിക്കത്തി ഉണ്ടായതല്ല 21 പോരാട്ടം. 21 പോരാട്ടത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ പോരാട്ടങ്ങളുടെ അടിവേരുകൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ 1498 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയ സംഭവം വരെ അതെത്തിച്ചേരും. മലബാറിൽ, വിശിഷ്യ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് സമാരംഭം കുറിച്ചത് ആദ്യത്തെ സാമ്രാജ്യത്വ ശക്തി കോഴിക്കോട് കാപ്പാട് എത്തുന്നതോടുകൂടിയാണ്. പോർച്ചുഗീസുകാർക്കെതിരായി ആരംഭിച്ച സമരം പിന്നീട് വന്ന വൈദേശിക മേലാളന്മാർക്കെതിരായി മാറുകയാണുണ്ടായത്. ബ്രിട്ടീഷുകാരോടുള്ള എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള വിരോധം കൊണ്ട് തുടങ്ങിയതാണ് 1921 അതിനു മുൻപും നടന്ന സമരങ്ങൾ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ആദ്യത്തെ സാമ്രാജ്യത്വ ശക്തിയായിരുന്ന പോർച്ചുഗീസുകാർക്കെതിരായി നടന്ന പോരാട്ടങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിലാണ് പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന സമരങ്ങളും വിലയിരുത്തപ്പെടുന്നത്. ഒരുപാട് കർഷക കലാപങ്ങൾ 1700-കൾക്ക് ശേഷം ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. ജന്മിത്വത്തിൻ്റെ ചൂഷണങ്ങൾക്കെതിരായിട്ടായിരുന്നു കുടിയാന്മാരായ കർഷകർ പൊരുതിയിരുന്നത്. ആ സമരങ്ങളിലൊക്കെ തന്നെ ജന്മിമാരെന്നുള്ള നിലയിൽ ഒരു വിഭാഗം ഒരു ഭാഗത്തും
കുടിയാന്മാരെന്നുള്ള നിലയിൽ മറുവിഭാഗം മറ്റൊരു ഭാഗത്തും അണിനിരന്നു. ജന്മിമാരിൽ മഹാഭൂരിഭാഗവും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഹൈന്ദവ സമുദായത്തിലെ സവർണ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. വിരലിൽ എണ്ണാവുന്ന മുസ്ലിങ്ങൾ മാത്രമേ ജന്മിമാരുടെ ഗണത്തിൽ ഉൾപ്പെട്ടിരുന്നുള്ളൂ. കുടിയാന്മാരാകട്ടെ മഹാഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു അഥവാ മുസ്ലിങ്ങളായിരുന്നു. സ്വാഭാവികമായും ഹിന്ദു സവർണ ഭൂപ്രമാണിമാർ ഒരു ഭാഗത്തും മുസ്ലിം കുടിയാന്മാർ കർഷകർ മറുഭാഗത്തുമായി ഒരു സമരത്തിന് അണിനിരക്കുമ്പോൾ ഏതൊരാൾക്കും പ്രത്യക്ഷത്തിൽ അതിനെ രണ്ട് മതസമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷമോ സംഘട്ടനമോ ആയി ചിത്രീകരിക്കാം. കേരളത്തിൽ നടന്ന പല രാഷ്ട്രീയ സംഘടനകളും ആ രാഷ്ട്രീയ പാർട്ടികളുടെ ബ്ലോക്കുകളിൽ അണിനിരന്നവരിലെ ഭൂരിപക്ഷം വരുന്ന മതവിഭാഗത്തിൻ്റെ കളറ് നോക്കി അവയെ മതപരമായി വർഗീയമായി അവതരിപ്പിക്കുന്ന പ്രവണത ഇന്നും തുടരുന്നുണ്ട്. മാപ്പിള ലഹള എന്ന് എന്തുകൊണ്ടാണ് 1921 മലബാർ കലാപത്തെ വിശേഷിപ്പിച്ചത്? മാപ്പിളമാരായിരുന്നു ആ സമരത്തിൽ കൂടുതൽ പങ്കെടുത്തത് എന്നുള്ളത് കൊണ്ടാണ്. മലബാർ കലാപത്തെ സമൂഹമധ്യത്തിൽ താറടിച്ചു കാണിക്കാൻ നിഗൂഢമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1857 നടന്ന ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപ്പായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ പേരിട്ട് വിളിച്ചത്. എന്തുകൊണ്ടെന്നാൽ ആ സമരത്തിൽ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗവും ഇന്ത്യയിലെ അന്നത്തെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരായിരുന്നു. അവരിൽ നിന്നുള്ള ഒരു വിഭാഗമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വാർ എന്ന് വിശേഷിപ്പിച്ച സമരത്തെ ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് തരം താഴ്ത്തി പറഞ്ഞത്. മാപ്പിളമാരാണ് കൂടുതൽ സമരത്തിൽ പങ്കെടുത്തത് എന്നുള്ള അർത്ഥത്തിലാവണം ബ്രിട്ടീഷുകാർ 1921 കലാപത്തെ, സമരത്തെ മാപ്പിള ലഹള എന്ന് പേരിട്ട് അപമതിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആ കലാപങ്ങളുടെ, സമരങ്ങളുടെ കാരണം? അടിസ്ഥാനപരമായി കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന വ്യാപകമായ അസംതൃപ്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 1919 ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ദേശീയ പ്രസ്ഥാനമായിരുന്ന കോൺഗ്രസ് ആണ് ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങുന്നതിന് തീരുമാനിച്ചത്. അതിന് മുൻകൈയെടുത്തത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തെ ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് തീവ്രമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയതിന്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം കോൺഗ്രസ് ഏറ്റെടുത്തതിനെ ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ സജീവമായി മുസ്ലിങ്ങൾ ഹൈന്ദവ സഹോദരന്മാരുടെ കൂടെ ചേർന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കുകയും പോരാടുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം അലിഗഡ് മൂവ്മെന്റ് ആരംഭിച്ചതോടുകൂടി ഒരു പുതിയ കാഴ്ചപ്പാട് മുസ്ലിങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വന്നു. ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഒരുപാട് കാലം മുസ്ലിങ്ങൾ പോരാട്ടത്തിന്റെ ഭൂമികയിലായിരുന്നല്ലോ, ഇനി തൽക്കാലം കുറച്ച് പോരാട്ടത്തിന്റെ മേഖലയിൽ നിന്ന് മാറി നിൽക്കുക, വിദ്യാഭ്യാസ വൈജ്ഞാനിക രംഗത്ത് ശ്രദ്ധ കൊടുക്കുക. അലിഗഡ് സ്കൂൾ ഓഫ് തോട്ട് എന്നാണ് ആ ചിന്താഗതി അറിയപ്പെടുന്നത്.
വിദ്യാസമ്പന്നരായിട്ടുള്ളവരും വിദ്യാഭ്യാസത്തിന് സാഹചര്യമുണ്ടായിരുന്നവരും ആ വാദഗതിയിൽ അർത്ഥമുണ്ട് എന്ന് കരുതി. എന്നാൽ ദയൂബന്ദ് സ്കൂൾ ഓഫ് തോട്ട്, മുസ്ലിം പണ്ഡിതന്മാരുടെ അന്നത്തെ ആധികാരിക സഭ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ദയൂബന്ദിലെ പണ്ഡിതന്മാരുടെ സഭ അലിഗഡ് സ്കൂൾ ഓഫ് തോട്ടിനെ, അഥവാ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ നിന്ന് മാറി വിദ്യാഭ്യാസം ആർജിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കണം എന്ന വാദത്തെ ശക്തിയുക്തം എതിർത്തു. അവർ പറഞ്ഞു, ആസ് എ മുസ്ലിം, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഒരു ഘട്ടത്തിലും അടിമത്വത്തെ, സാമ്രാജ്യത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അവരതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവുകൾ ഉദ്ധരിച്ചു. മാലക്കും ലാ തുഖാതലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ. ഈ ഭൂമുഖത്ത് അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യാത്തത്, പോരാടാത്തത്? ഈ ഖുർആനിക സൂക്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദയൂബന്ദ് സ്കൂൾ ഓഫ് തോട്ട്, ദയൂബന്ദിലെ മുസ്ലിം പണ്ഡിതന്മാർ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകളോട് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തത്. സാധാരണക്കാരായ മുസ്ലിം ജനവിഭാഗം അലിഗഡ് സ്കൂൾ ഓഫ് തോട്ടിനെ അംഗീകരിക്കുന്നതിന് പകരം ദയൂബന്ദിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ ചിന്താധാരയെയാണ് ഉയർത്തിപ്പിടിക്കാൻ ഇഷ്ടപ്പെട്ടത്. 1921 നടന്ന കലാപത്തിന്റെ മുമ്പ് നിരവധി കലാപങ്ങൾ നടന്നിട്ടുണ്ട്, സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങളിലൊക്കെ തന്നെ മുസ്ലിങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രാജ്യവ്യാപകമായി പഴയ ആ ഒരു ഉശിരിലേക്ക് മുസ്ലിം ജനവിഭാഗത്തെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചതും കോൺഗ്രസ് അത് ഏറ്റെടുത്തതും. എന്തിനായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനതിലേക്ക് പോകുന്നില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഉൾക്കൊള്ളുന്ന ചേരി ജയിക്കുകയാണെങ്കിൽ തുർക്കിയിലെ ഖിലാഫത്തിനെ സംരക്ഷിക്കാം എന്ന് ബ്രിട്ടീഷുകാർ ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പിന്റെ വെളിച്ചത്തിൽ ഇന്ത്യയിൽ നിന്ന് അന്ന് ബ്രിട്ടീഷ് സേനയിൽ ജോലി ചെയ്തിരുന്ന മുസ്ലിങ്ങളും തുർക്കി ഖിലാഫത്തിന് കോട്ടം തട്ടില്ല എന്നുള്ള ബ്രിട്ടീഷുകാരുടെ വാഗ്ദാനത്തിൽ ആകൃഷ്ടരായ ഒരു സംഘം മുസ്ലിങ്ങളും ബ്രിട്ടീഷ് സൈന്യത്തിൽ അണിചേരുകയും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന് വേണ്ടി പൊരുതുകയും ചെയ്തു. യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരുടെ മട്ട് മാറി. അവർ തുർക്കിയിലെ ഖിലാഫത്ത് സംരക്ഷിച്ചില്ല. തുർക്കിയെ ഒരു രോഗിയായി ചിത്രീകരിച്ചു. യൂറോപ്പിന്റെ രോഗി എന്ന് തുർക്കിയെ അവർ വിശേഷിപ്പിക്കുകയും ഖിലാഫത്ത് അവസാനിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മുസ്ലിങ്ങൾക്കിടയിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കി. ഇത് മനസ്സിലാക്കിയ ഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുകയും ബ്രിട്ടീഷുകാരുടെ ഈ വഞ്ചനാപരമായിട്ടുള്ള നിലപാട് പ്രചരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുവേണ്ടിയായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. സത്യത്തിൽ അന്ന് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് അലി ജിന്ന പിൽക്കാലത്ത് സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന്റെ മുടിചൂടാമന്നനായ നേതാവായി മാറിയ, പാകിസ്ഥാന്റെ ശില്പി എന്നും പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവെന്നും വിളിക്കപ്പെടുന്ന മുഹമ്മദ് അലി ജിന്ന ശക്തിയുക്തം കോൺഗ്രസ് പാർട്ടിയിൽ ആ നിർദ്ദേശത്തെ എതിർത്തു. ഖിലാഫത്ത് പ്രസ്ഥാനം കോൺഗ്രസ് ആരംഭിക്കരുത് എന്നുള്ള പക്ഷക്കാരനായിരുന്നു മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹം അതിന് തെളിവായിട്ട് പറഞ്ഞത്, അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് വർഗീയമായിട്ടുള്ള ചേരിതിരിവിലേക്ക് ജനങ്ങളെ വഴി നടത്താം. യാദൃശ്ചികമായി ഞാൻ ആ കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. 1921 മലബാർ കലാപം ആരംഭിക്കുന്നത് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം
ആരംഭിച്ചതോടെയാണ്. നേരത്തെ നടന്നിരുന്ന കാർഷിക മേഖലയിലെ അസംതൃപ്തിയുടെ ഹേതു ഒരു കനലായി ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ എരിഞ്ഞുകൊണ്ടേയിരുന്നു. അതിലേക്കാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ മൂവ്മെന്റ് വന്ന് എരിതീയിൽ എണ്ണയൊഴിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. ഖിലാഫത്ത് പ്രസ്ഥാനം ഇല്ലായിരുന്നു എങ്കിൽ 1921 സമരം അതിനു മുൻപ് നടന്ന കാർഷിക കലാപങ്ങളെപ്പോലെ ഒരു കലാപമായി, സമരമായി ചരിത്രത്തിൽ പരിണമിക്കുമായിരുന്നു. അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു മുഖം 21 സമരത്തിന് ഉശിരും ഊടും പാവും ശക്തിയും ശേഷിയും ശേമുഷിയും എല്ലാം നൽകിയത്, ആവേശം വിതറിയത് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ വരവാണ്. ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മാപ്പിളമാര് മതപരമായി, സാമുദായികമായി, വർഗീയമായി ചിന്തിച്ചിരുന്നേ ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് 1906 ആഗാഖാന്റെ നേതൃത്വത്തിൽ സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചിരുന്നു. ഡാക്കയിലെ നവാബായിരുന്നു ആഗാഖാൻ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ തന്നെ സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന് 1915 യൂണിറ്റുകളായി കഴിഞ്ഞിരുന്നു. എന്നാൽ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ അധിവസിച്ചിരുന്ന ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന് ഒരു യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. കാരണം എൻറ്റയർ മുസ്ലിംസ് ഓഫ് ഏറനാട് ആൻഡ് വള്ളുവനാട് വേർ കോൺഗ്രസ് വർക്കേഴ്സ്. ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും ഏതാണ്ട് എല്ലാ മുസ്ലിങ്ങളും കോൺഗ്രസ്സുകാരായിരുന്നു, അടിയുറച്ച കോൺഗ്രസ്സുകാരായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൽ ഉറച്ച് വിശ്വസിച്ചവരായിരുന്നു അവർ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് നൽകാൻ വേണ്ടി 8 കിലോമീറ്റർ വാരിയംകുന്നത്ത് നടന്നുപോയ സംഭവം അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആലി മുസ്ലിയാർ തന്റെ ജീവിതാവസാനം വരെ ഖദർ വസ്ത്രം ധരിച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ അവർക്ക് വലിയ തൃപ്തി ഉണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. ഗാന്ധിജി കോഴിക്കോട്ട് വന്നപ്പോ ഗാന്ധിജിയെ കാണാൻ, കേൾക്കാൻ ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ഒരുമിച്ചാണ് പോയത്. പ്രസംഗം കേട്ട് മടങ്ങി വരുമ്പോൾ ആവേശത്താൽ അവർ പല കാര്യങ്ങളും പറഞ്ഞു. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ വിയോജിപ്പുണ്ടായിരുന്നുള്ളൂ. അക്രമാസക്തരായിട്ടുള്ള ഈ ബ്രിട്ടീഷുകാരോട് എങ്ങനെയാണ് മഹാത്മാഗാന്ധി പറയും പോലെ അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു മുറ സ്വീകരിച്ച് സമരം ചെയ്യുക? വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി സായുധ സമരത്തിന് മുതിർന്നത് ബ്രിട്ടീഷുകാർ ആയുധം കൊണ്ടാണ് സമരം ചെയ്യുന്നത് എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. 21 കലാപത്തിന് തുടക്കം കുറിച്ചത് എന്താണ്? ആലി മുസ്ലിയാരും സംഘവും ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി, ഒരു കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി പോവുകയാണ്. അവരോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അവർ നിരായുധരായിരുന്നു. മഹാത്മാഗാന്ധി ഉദ്ഘോഷിച്ച അഹിംസയിൽ അധിഷ്ഠിതമായ ആശയം നെഞ്ചേറ്റിയാണ് അവർ അന്ന് സമരമുഖത്തെത്തിയിരുന്നത്. പക്ഷേ നിരായുധമായ ജനക്കൂട്ടത്തിന് നേരെ ബ്രിട്ടീഷ് പോലീസ് വെടിവെച്ചു. നിരവധി ആളുകളാണ് മരണപ്പെട്ടത്. അതോടുകൂടിയാണ് 21 കലാപം സായുധമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നത്. ഒരിക്കലും അത് ഒരു ഹിന്ദു വിരുദ്ധ കലാപം ആയിരുന്നില്ല. ആയിരുന്നു എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനു മുൻപ് നടന്ന കർഷക കലാപങ്ങൾ, കാർഷിക സമരങ്ങൾ എന്തുകൊണ്ട് ഹിന്ദു മുസ്ലിം വിരുദ്ധ കലാപമാണ് എന്ന് ആരും പറയുന്നില്ല. 1921 സമരം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിനു മുൻപ് നിരവധി 1058ഓളം കലാപങ്ങൾ, സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ണിമൂസ മൂപ്പൻ, അത്തൻ ഗുരുക്കള്, അവരൊക്കെ നേതൃത്വം നൽകിയ ധീരമായ സമരങ്ങൾ, എത്രയോ ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ട സമരങ്ങൾ, എത്രയോ ജന്മിമാര് വധിക്കപ്പെട്ട സമരങ്ങൾ. ആ സമരങ്ങളിൽ ഒന്നിനെപ്പോലും
എന്തേ ആരും വർഗീയം എന്ന് ചിത്രീകരിക്കാത്തത്, ഹിന്ദു വിരുദ്ധം എന്ന് പറയാത്തത്? 21 കലാപത്തിലെ മാത്രം എന്തുകൊണ്ടാണ് വർഗീയ കലാപം എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചത്? ഹിച്ച്കോക്കാണ് ഹിന്ദു മുസ്ലിം കലാപമാണത് എന്ന് ശക്തമായി അഭിപ്രായപ്പെട്ടതും അതിനനുസൃതമായ നടപടികൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കലാപകാരികൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. ഹിച്ച്കോക്കിന് വേണ്ടി സ്മാരകം പണിതു. ആ സ്മാരകം പൊളിച്ചു നീക്കി. അത് പൊളിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ പാടിയ പാട്ട് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ആ കാലത്തെ ഇടതുപക്ഷ സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് ആശയക്കാരൻ എഴുതിയിട്ടുള്ള വരികളായിരുന്നു. ആ വരികൾ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് ദേശാഭിമാനി ഒരു തവണയല്ല 2 തവണ ബ്രിട്ടീഷ് ഗവൺമെന്റിനാൽ നിരോധിക്കപ്പെട്ടത്. 2-3 കാരണങ്ങൾ പറയുന്നുണ്ട് ഇത് വർഗീയമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. 1, ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ആ സമരസമയത്ത് ഭാഗികമായി ശരിയാണ്, വിരലിൽ എണ്ണാവുന്ന ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടത്? ബ്രിട്ടീഷ് അനുകൂലികളായിരുന്ന ജന്മിമാർ ചില ക്ഷേത്രങ്ങളിൽ അഭയം തേടി. സമരക്കാരെ ഒറ്റുകൊടുത്തു. സമരക്കാർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റും ബ്രിട്ടീഷ് പോലീസും വലിയ നഷ്ടങ്ങളും കഷ്ടങ്ങളും വിതച്ചു. അതിൽ പ്രകോപിതരായി അവർക്കെതിരായി വന്ന സമരക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ ചില ആളുകൾ ക്ഷേത്രങ്ങളെ മറയാക്കി. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ സമരക്കാർ കയറിയിട്ടുണ്ട്. ഒളിച്ചിരുന്നവരെ പുറത്തു കൊണ്ടുവന്ന് കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. അത് ക്ഷേത്രങ്ങളെ ഉന്നം വെച്ച് മാത്രം നടത്തിയിട്ടുള്ളതല്ല. കൊണ്ടോട്ടി പള്ളി ആക്രമിച്ചിട്ടുണ്ട് ഈ കലാപകാരികൾ. കൊണ്ടോട്ടി തങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് ഈ കലാപകാരികൾ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ നേതൃത്വത്തിലാണ് കൊണ്ടോട്ടി തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടോട്ടി പള്ളി വളഞ്ഞത്. മലബാറിലെ മാപ്പിളമാര്, മാപ്പിള പോരാളികൾ. പള്ളിയാണ്, അതുകൊണ്ടത് ആക്രമിക്കാൻ പാടില്ല എന്ന് കരുതി മാറി നിൽക്കുകയല്ല ചെയ്തത്. ബ്രിട്ടീഷുകാരുടെ ഏജന്റായിട്ടുള്ള കൊണ്ടോട്ടി തങ്ങൾ അഭയം പ്രാപിച്ചിട്ടുണ്ട് കൊണ്ടോട്ടി പള്ളിയിൽ. അതുകൊണ്ട് അദ്ദേഹത്തെ നേരിടണം. അതിന്റെ ഉള്ളിൽ നിന്ന് വെടിവെച്ചപ്പോ തിരിച്ചും വെടിവെച്ചു. പള്ളിക്ക് പോറലേറ്റു. പള്ളിയുടെ ചില ഭാഗങ്ങൾ തകർന്നു. ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പോലെ തന്നെ ബ്രിട്ടീഷ് അനുകൂലികളായിട്ടുള്ള മാപ്പിളമാർ ഏതെങ്കിലും പള്ളികളെ മറയാക്കി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ പള്ളികൾക്കെതിരെയും കലാപകാരികൾ, സമരക്കാർ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കലാപകാരികളെ സംബന്ധിച്ചിടത്തോളം പരിഗണന ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ളതായിരുന്നില്ല. വെദർ ബ്രിട്ടീഷ് ഓർ പ്രോ ബ്രിട്ടീഷ് ഓർ ആന്റി ബ്രിട്ടീഷ്, ബ്രിട്ടീഷ് അനുകൂലിയാണോ ബ്രിട്ടീഷ് പ്രതികൂലിയാണോ? ബ്രിട്ടീഷ് അനുകൂലിയാണ് ഒരാളെങ്കിൽ അയാളുടെ മതം നോക്കി ഒരു തരത്തിലും സമരക്കാർ പെരുമാറിയിട്ടില്ല. അങ്ങനെ പെരുമാറിയിരുന്നു എങ്കിൽ മലബാർ കലാപത്തിൽ ഒരു വ്യക്തിയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് ചേക്കുട്ടി പോലീസിനോട് ചെയ്ത ക്രൂരതയാണ്. അത്രത്തോളം ഒരു ക്രൂരത മറ്റൊരാളോടും സമരക്കാർ കാണിച്ചിട്ടില്ല. ആരായിരുന്നു ചേക്കുട്ടി പോലീസ്? അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. മുസ്ലിം പ്രമാണി കുടുംബത്തിൽ ജനിച്ചയാളായിരുന്നു. ബ്രിട്ടീഷ് പോലീസിൽ സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്തിട്ടുള്ള ആളായിരുന്നു. അയാൾ സമരക്കാരെ ഒറ്റുകൊടുത്തു. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ആ കാര്യം അറിഞ്ഞു. അനുയായികളെയും കൊണ്ട് ആനക്കയത്തുള്ള ചെക്കുട്ടി പോലീസിന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തു. ചെക്കുട്ടി പോലീസിനെ ബലാത്കാരം പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ തലവെട്ടി. ആ തല ഒരു കുന്തത്തിൽ കുത്തി ആനക്കയത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് സമരക്കാര് മാർച്ച് നടത്തി. മുസ്ലിമാണ്, അതുകൊണ്ട് തൽക്കാലം വിട്ടേക്കാം എന്ന് കലാപകാരികൾ കരുതിയോ? അങ്ങനെ തീരുമാനിച്ചോ സമരക്കാർ? അത്യാഹ്ലാദപൂർവമാണ് ആ ജാഥ നടന്നത് എന്ന് മാധവൻ നായർ രേഖപ്പെടുത്തുന്നുണ്ട് തന്റെ മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകത്തിൽ. ഒരാൾ പോലും
അത് കണ്ടു നിന്നവർ, അവരിൽ മഹാഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു. അവരുടെ ആരുടെയും മുഖത്ത് ദുഃഖം കണ്ടില്ല, ആഹ്ലാദമായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. എങ്ങനെ സംഭവിച്ചു അത്? എത്രയോ മുസ്ലിങ്ങളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊല ചെയ്യപ്പെട്ടത് മറ്റൊന്നുകൊണ്ടുമല്ല, അവർ ബ്രിട്ടീഷ് അനുകൂല നിലപാട് സ്വീകരിച്ചു, സമരക്കാരെ ഒറ്റുകൊടുത്തു. രണ്ടാമതായി പറയുന്നത് മലബാർ കലാപം വർഗീയമായിരുന്നു എന്നുള്ളതിന്റെ തെളിവായി തുവ്വൂരിലെ കിണറ്റിൽ കണ്ട മൃതദേഹങ്ങളാണ്. 32 മൃതദേഹങ്ങൾ തുവ്വൂരിലെ കിണറ്റിലുണ്ട്. അതിൽ 28 ഹിന്ദുക്കളും 4 മാപ്പിളമാരുമായിരുന്നു. എന്തായിരുന്നു തുവ്വൂരിലെ കൂട്ടക്കൊലയുടെ കാരണം? നന്മിനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ആളുകൾ മതഭേദമന്യേ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും സമരക്കാരെ ഒറ്റുകൊടുക്കുകയും ചെയ്തു. അതേ തുടർന്ന് നിരവധി മാപ്പിളമാർ ബ്രിട്ടീഷ് പോലീസിനാൽ ആക്രമിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. വലിയ അതിക്രമം ബ്രിട്ടീഷുകാർ കാണിച്ചു. അതിൽ പ്രകോപിതരായ കലാപകാരികൾ ആ ഗ്രാമത്തിലെ അതിന് ഉത്തരവാദികളായിട്ടുള്ള പുരുഷന്മാരുടെ തലയറുത്ത് തുവ്വൂർ കിണറ്റിൽ തള്ളി. അവരിൽ 4 മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. ഈ 4 മുസ്ലിങ്ങളെ വിശ്വാസത്തിന്റെ പേരിൽ അവർക്ക് ഒഴിവാക്കാമായിരുന്നല്ലോ. അതൊരു വർഗീയ കലാപമായിരുന്നുവെങ്കിൽ, മുസ്ലിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ സമരക്കാർ കാണാൻ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എങ്കിൽ, ആ 4 മുസ്ലിങ്ങൾ എന്തിനു കൊല ചെയ്യപ്പെട്ടു? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടീഷ് അനുകൂലിയാണോ ബ്രിട്ടീഷ് എതിരാളിയാണോ, അത് മാത്രമായിരുന്നു സമരക്കാരുടെ പരിഗണനാ വിഷയങ്ങളിൽ പ്രധാനം. അല്ലാതെ മതമോ വിശ്വാസമോ ഒന്നും ആയിരുന്നില്ല. ചില അനിഷ്ട സംഭവങ്ങൾ സമരത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അത് സമ്മതിച്ചേ പറ്റൂ. ചില സാമൂഹ്യദ്രോഹികൾ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ജന്മിമാരുടെ വീടുകൾ കൊള്ളയടിക്കുക, സമ്പത്തിനോട് മോഹമുള്ള ആളുകൾ, സമ്പത്തിനോട് ആക്രാന്തമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഏത് സമൂഹത്തിലും ഏത് വിഭാഗത്തിലും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചില അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവരെ ശക്തമായി നേരിട്ടത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയാണ്. അവർക്ക് ശിക്ഷ വിധിച്ചത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയാണ്. ഹിന്ദു വീടുകളിൽ കയറി ഇനി കളവ് നടത്തുന്നവർക്ക് അവരുടെ കൈവെട്ടുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയാണ്. അനിഷ്ട സംഭവങ്ങൾ എല്ലാ സമരമുഖത്തും സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നിസ്സഹകരണ പ്രസ്ഥാനം മഹാത്മാഗാന്ധി ആരംഭിച്ചു. അതേ തുടർന്നാണ് ചൗരി ചൗരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടതും 22ഓളം ആളുകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതും, കത്തിച്ചാമ്പലായി 22 ആളുകൾ. അതിന്റെ പേരിൽ ചൗരി ചൗര സംഭവം ഉയർത്തിപ്പിടിച്ച് ഗാന്ധിജി ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം തെറ്റായിരുന്നു എന്ന് ഏതെങ്കിലും ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഇന്നോളം വിശേഷിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇല്ലല്ലോ. 1789 മഹത്തായ ഫ്രഞ്ച് വിപ്ലവം അരങ്ങേറുന്നത്. സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തപ്പെട്ട വിപ്ലവം. ആ മഹത്തായ ഫ്രഞ്ച് വിപ്ലവത്തിൽ വിപ്ലവം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു എന്ന തോന്നലുണ്ടായ സമയത്താണ് വിപ്ലവകാരികളിൽ തന്നെ ചേരിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടങ്ങൾ അരങ്ങേറുന്നത്. ജാക്കോബൈറ്റ്സും ജിറോണ്ടിസ്റ്റുകളും തീവ്രവാദികളും മിതവാദികളും. വിപ്ലവത്തിൽ മരിച്ചവരെക്കാൾ അധികം ആളുകൾ ഈ ആഭ്യന്തര കലാപത്തിൽ മരിച്ചു. ജാക്കോബൈറ്റ്സും ജിറോണ്ടിസ്റ്റുകളും തമ്മിൽ നടന്ന സംഘർഷങ്ങൾ സെപ്റ്റംബർ മെസാക്കർ എന്ന പേരിലാണ് ഫ്രഞ്ച് വിപ്ലവത്തിലെ കറുത്ത അധ്യായമായി അറിയപ്പെടുന്നത്.
ആ സെപ്റ്റംബർ മെസാക്കറിന്റെ പേരിൽ, സെപ്റ്റംബർ കൂട്ടക്കൊലയുടെ പേരിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മഹത്വത്തെ ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ? ചരിത്രത്തിൽ ഇതുവരെ ഒരാളും ചോദ്യം ചെയ്തിട്ടില്ല. അത് പൊതുവായി സ്വീകരിക്കപ്പെട്ട ഒരു മാനദണ്ഡമാണ്. ആ മാനദണ്ഡം എന്തുകൊണ്ട് മലബാർ കലാപത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങളോട് ബന്ധപ്പെടുത്തി സ്വീകരിക്കാൻ ചരിത്രകാരന്മാർ തയ്യാറായില്ല? ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ ചൗരി ചൗരയിൽ നടന്ന ദൗർഭാഗ്യകരമായ സംഭവം താറടിച്ചിട്ടില്ല എങ്കിൽ, ഫ്രഞ്ച് വിപ്ലവത്തിൽ ജിറോണ്ടിസ്റ്റുകളും ജാക്കോബൈറ്റ്സും തമ്മിൽ നടന്ന പോരാട്ടം, അതേ തുടർന്നുണ്ടായ മനുഷ്യക്കുരുതി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മഹത്വത്തെ കെടുത്തിക്കളഞ്ഞിട്ടില്ല എങ്കിൽ, മലബാർ കലാപ സമയത്ത് നടന്ന ഏതാനും അനിഷ്ട സംഭവങ്ങൾ എങ്ങനെയാണ് മലബാർ കലാപത്തിന്റെ മഹത്വവും അതിന്റെ ശോഭയും മാത്രം കെടുത്തിക്കളയുക? ചരിത്രത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം ഒന്നല്ലേ? അത് മലബാർ കലാപത്തിന്റെ കാര്യത്തിൽ മാത്രം വരുമ്പോ എങ്ങനെയാണ് നമുക്ക് മാറ്റിവെക്കാൻ വേണ്ടി സാധിക്കുക? ഒരൊറ്റ സംഭവവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മലബാർ കലാപത്തിന്റെ സമരത്തിന്റെ സ്ഥിരാകേന്ദ്രം എന്ന് പറയാവുന്ന ഒരു പ്രദേശമായിരുന്നു കോട്ടക്കൽ. കോട്ടക്കൽ ആര്യവൈദ്യശാല ഇന്നോ ഇന്നലെയോ ഉണ്ടായിട്ടുള്ളതല്ലല്ലോ. ആര്യവൈദ്യശാലയ്ക്ക് എത്രയോ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1921 കലാപം നടക്കുന്ന സമയത്തൊക്കെ ആര്യവൈദ്യശാല കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യവസായ സ്ഥാപനവും കൂടിയായിരുന്നു. നിരവധി ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം, ചികിത്സക്കെത്തുന്ന സ്ഥാപനം. ഈ മലബാറിലെ കലാപകാരികൾ കോട്ടക്കൽ ആര്യവൈദ്യശാലയ്ക്ക് നേരെ കല്ലെറിഞ്ഞിട്ട് ആര്യവൈദ്യശാലയുടെ ഒരു ഓട് പൊട്ടി എന്ന് ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ഓട് പൊട്ടി എന്ന്. എങ്ങനെയാണ് ഈ സമരത്തെ ഹിന്ദു വിരുദ്ധം എന്ന് പറയുക, വർഗീയം എന്ന് വിശേഷിപ്പിക്കുക? വൈദ്യരത്നം PS വാര്യരുടെ ജീവചരിത്ര ഗ്രന്ഥമുണ്ട്. അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പ്രസിദ്ധീകരണ വിഭാഗമാണ്. ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. മലബാർ കലാപത്തെ തള്ളിപ്പറയുന്നവരും മലബാർ കലാപത്തെ വർഗീയമായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും. അതിൽ പറയുന്നുണ്ട്, PS വാര്യരുടെ അടുത്തേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി കലാപകാരികളുടെ നേതാക്കന്മാർ വരുന്നത്. ആ കാഴ്ച കണ്ടു നിന്ന ഒരാളാണ് അത് വിശദീകരിക്കുന്നത്. അവർ വന്നു, എന്ത് സംഭവിക്കുമെന്നറിയാതെ ഞങ്ങൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. PS വാര്യർ പൂമുഖത്തേക്ക് കടന്നു വന്നു, എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും ഇരുന്നു. അവർ സംസാരിച്ചു. നാട്ടിൽ ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ നേതാക്കന്മാര് PS വാര്യരോട് വിശദീകരിച്ചു. എല്ലാം കേട്ട PS വാര്യർ അവരോട് പറഞ്ഞു, സമരം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. ആരോടാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ള ഓർമ്മ ഉണ്ടാവണം. എല്ലാ ആയുധങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ബ്രിട്ടീഷ് സൈന്യം. അവരോട് യുദ്ധം ചെയ്യാൻ കുറച്ചൊന്നും ശേഷിയും കരുത്തും പോരാ. എല്ലാം അവർ കേട്ടു. PS വാര്യർ പറയുകയാണ്, അവർ പറയുന്നതിൽ ചില ന്യായങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നി. 500 രൂപ സമരക്കാർക്ക് സംഭാവന നൽകി PS വാര്യർ. 4-5 ചാക്ക് നെല്ല് സമരക്കാർക്ക് സംഭാവന ചെയ്തു PS വാര്യർ. സമര നേതാക്കന്മാർ സന്തോഷത്തോടുകൂടി പിരിഞ്ഞുപോയി എന്നും, സമരത്തിന്റെ ഒരു ഘട്ടത്തിലും കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ജോലി ചെയ്യുന്ന ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളെയോ ഒരു സമരക്കാരനും ഒരു തരത്തിലുള്ള അതിക്രമങ്ങൾക്കും വിധേയമാക്കിയിട്ടില്ല. പലപ്പോഴും ബ്രിട്ടീഷുകാര്, സർക്കാർ അവരുടെ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചിരുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ വാഹനങ്ങളായിരുന്നു. എന്തെന്നാൽ ആര്യവൈദ്യശാലയുടെ വാഹനമാണ് എന്ന് കണ്ടാൽ മാപ്പിളമാര് ഒന്നും ചെയ്യില്ല. നേരെ മറിച്ച് ബ്രിട്ടീഷുകാരുടെ വാഹനമാണ് എന്ന്
അറിഞ്ഞാൽ അവരതിനെ തകർക്കും, അതിലുള്ള ആളുകളെ ശരിപ്പെടുത്തും. കോട്ടക്കൽ ആര്യവൈദ്യശാല ഇന്നും അതുപോലെ നിൽക്കുന്നു എന്നുള്ളത് മലബാർ കലാപം വർഗീയ കലാപമായിരുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവും കൂടിയാണ്. സത്യത്തിൽ ഹിന്ദു വിരുദ്ധമായിരുന്നു മലബാർ കലാപമെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം RSSന് വേരോട്ടമുണ്ടാകേണ്ടിയിരുന്ന പ്രദേശം ഈ ഏറനാട് വള്ളുവനാട് താലൂക്കല്ലേ, ഈ മലപ്പുറം ജില്ലയല്ലേ? ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികളിൽ എത്ര പേരാണ് BJP-ക്കാർ അല്ലെങ്കിൽ RSSകാർ? ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യം പുലർത്തി നിൽക്കുന്നവരല്ലേ? തങ്ങളുടെ പൂർവപിതാക്കന്മാരെ കൊന്നവരാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന പണ്ടത്തെ മാപ്പിള കലാപകാരികളുടെ പിന്മുറക്കാർ എന്ന ഒരു ധാരണ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികളിൽ മഹാഭൂരിപക്ഷം ശക്തമായി സമരത്തെ അനുകൂലിച്ച ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുവാൻ വേണ്ടി തയ്യാറായി? അവർ യഥാർത്ഥത്തിൽ നിൽക്കേണ്ടിയിരുന്നത് RSSലല്ലേ, BJP-യിലല്ലേ? കേരളത്തിൽ ഏറ്റവും BJP ശക്തി കുറഞ്ഞ മേഖല ഏറനാട് വള്ളുവനാട് താലൂക്കാണ്. ഇവിടെ ഹിന്ദുക്കളില്ലാഞ്ഞിട്ടല്ല. ഈ ജില്ലയിൽ BJP-ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ട് എത്രയാണ്? എത്ര അംഗങ്ങളുണ്ട്? കേരളത്തിലെ മറ്റു ജില്ലകൾ എടുത്തു നോക്കൂ. അവർക്ക് എത്ര അംഗങ്ങളുണ്ട്? അവർക്ക് എത്ര ശക്തിയും ബലവുമുണ്ട്? ഈ കള്ളപ്രചരണം മലപ്പുറം ജില്ലയിലെ ഹിന്ദുമത വിശ്വാസികൾ എന്നേ തള്ളിക്കളഞ്ഞതാണ്. അതുകൊണ്ടാണ് അവർ RSSലും BJP-യിലും അണിനിരക്കാതെ ഇടതുപക്ഷ ആഭിമുഖ്യം സ്വീകരിച്ചത്. 1921 മലബാർ കലാപത്തിന്റെ അടിവേരുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര ഇനിയും തുടരേണ്ടതുണ്ട്. ഇപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്തവരുടെ പേരുകൾ വെട്ടിനീക്കി ചരിത്ര താളുകളിൽ നിന്ന് എന്ന് നമ്മൾ കേട്ടു. ഇപ്പോഴത്തെ ചരിത്ര ഗവേഷണ കൗൺസിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. 1947 നമ്മളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് 1970 വരെ മാപ്പിള പോരാളികൾ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. 23 കൊല്ലം സ്വാതന്ത്ര്യത്തിന് ശേഷം. എന്തായിരുന്നു കാരണം? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അന്ന് ദേശീയ കോൺഗ്രസ് കമ്മിറ്റിക്ക് കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ 100% ദേശീയ കോൺഗ്രസ് കമ്മിറ്റി വിശ്വസിച്ചു. അന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് ഭൂപ്രമാണിമാരും ജന്മിമാരും ഒക്കെ ഉൾക്കൊള്ളുന്ന വിഭാഗമായിരുന്നു. അവര് അതിനെ ഒരു ഹിന്ദു വിരുദ്ധ സമരമാണ് എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചാണ് റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിന്റെ തെറ്റായ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് മഹാത്മാഗാന്ധി മലബാർ കലാപത്തെ തള്ളിപ്പറഞ്ഞത്, അംബേദ്കർ മലബാർ കലാപത്തെ തള്ളിപ്പറഞ്ഞത്, ദേശീയ കോൺഗ്രസ് കമ്മിറ്റി മലബാർ കലാപത്തെ തള്ളിപ്പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യാനന്തരം 23 കൊല്ലം മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കപ്പെടാതിരുന്നതും സ്വാതന്ത്ര്യ സമര പെൻഷൻ അതിൽ പങ്കെടുത്തവർക്കും അതിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്കും ലഭിക്കാതിരുന്നത്. പിന്നെ എങ്ങനെ ലഭിച്ചു? ICHR എന്ന് പറയുന്ന ഇന്ത്യയുടെ ചരിത്ര ഗവേഷണ കൗൺസിലിന് അതിൽ വലിയൊരു പങ്കുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ മതനിരപേക്ഷമാക്കി നിർത്തുന്നതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരെ അദ്ദേഹം ഏൽപ്പിച്ചു എന്നുള്ളതാണ്. പലരും നെഹ്റുവിനെ അന്ന് വിമർശിച്ചു. നെഹ്റു പറഞ്ഞു, ഒരു രാജ്യം മതനിരപേക്ഷമാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു ചരിത്ര സന്ധിയാണ്. ഈ ഘട്ടത്തിൽ നമ്മളിൽ നിന്ന് വല്ല അലംഭാവവും സംഭവിച്ചു പോയാൽ അതിന്
ഈ ചരിത്രം അവസാനിക്കുന്നത് വരെ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഗാന്ധിജിക്ക് അറിയാമായിരുന്നു ആരുടെ കയ്യിലാണ് ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ നേതൃത്വം കൊടുക്കേണ്ടത് എന്ന്. ഡോക്ടർ RS ശർമ്മ, റൊമിള താപ്പർ, ഡോക്ടർ ഇർഫാൻ ഹബീബ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ കൈകളിൽ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ആധിപത്യം, അതിന്റെ നിയന്ത്രണം വന്നതോടെ അവരാണ് നിരന്തരമായി അന്നത്തെ കോൺഗ്രസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് 1921 മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അംഗീകരിക്കണം, അതിൽ ധീരരക്തസാക്ഷിത്വം വരിച്ചവരെ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിക്കണം. അവരുടെ നിരന്തരമായ പരിശ്രമ ഫലമായിട്ടാണ് 1970 അന്നത്തെ കോൺഗ്രസിന്റെ സർക്കാർ ഈ സമരത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിച്ചതും സമരത്തിൽ പങ്കെടുത്ത പോരാളികളെ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിച്ചതും. അതിനുശേഷമാണ് പെൻഷൻ കിട്ടാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പോ അതേ ചരിത്ര ഗവേഷണ കൗൺസിൽ ഇടതുപക്ഷ ചരിത്രകാരന്മാരെ മുഴുവൻ അതിൽ നിന്ന് മാറ്റി RSSനും BJPക്കും മാത്രം ചരിത്രരചന നിർവഹിക്കുന്ന ഒരു സംഘത്തെ അതിൽ കുത്തിനിറച്ച് പുനഃസംഘടിപ്പിച്ചപ്പോൾ അവരുടെ കൈകൊണ്ട് തന്നെയാണ് ചരിത്ര ഗവേഷണ കൗൺസിലിനാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായും സ്വാതന്ത്ര്യ സമര സേനാനികളായും അംഗീകരിക്കപ്പെട്ട ഒരു സമരത്തെയും പോരാളികളെയും ഇന്ത്യ ഗവൺമെന്റ് വെട്ടിമാറ്റിയിരിക്കുന്നത് ഒരേ കൈകൊണ്ട്. 1921 മലബാർ കലാപത്തെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച അതേ ICHR, പക്ഷെ അന്നതിന്റെ സ്വഭാവം വേറെയായിരുന്നു. അതുപോലെ തന്നെ പോരാളികളെ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിപ്പിച്ച ICHR, ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ, അതിന്റെ അലകും പിടിയും മാറ്റി അതിന്റെ അടിസ്ഥാനം മുഴുവൻ തകർത്തെറിഞ്ഞ് പുനഃസംഘടിപ്പിച്ച ICHR-നെ കൊണ്ട് തന്നെ അവർ ആ ക്രൂരമായിട്ടുള്ള കൃത്യം ചെയ്യിപ്പിച്ചു. ഇതൊരു ഇടവേള മാത്രമാണ് എന്ന് നാം കരുതുക. സ്വാതന്ത്ര്യാനന്തരം 23 കൊല്ലം ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടതിന് ശേഷം തിരിച്ചു വന്നവരാണ് മലബാർ കലാപത്തിലെ ധീരരായിട്ടുള്ള പോരാളികൾ. മലബാർ കലാപവും നമുക്ക് കുറച്ചു വർഷവും കൂടി ക്ഷമിക്കാം. 5-10 വർഷം ഒരു ഇടവേള. ആ ഇടവേളയ്ക്ക് ശേഷം ഇതേ ICHR, ഇതേ ചരിത്ര ഗവേഷണ കൗൺസിൽ ചരിത്രബോധമുള്ള മനുഷ്യരാൽ അത് നികത്തപ്പെടുന്ന കാലത്ത്, അത് ഫിൽ ചെയ്യപ്പെടുന്ന കാലത്ത് ഈ സമരത്തെ അംഗീകരിക്കും. ഈ സമര പോരാളികളെ വീണ്ടും ചരിത്രത്തിന്റെ താളുകളിലേക്ക് സ്വാഗതം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാകും. ആ നല്ല കാലത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.